വേഗം പോണ്. പൊന്ന് കുളിച്ച രാവിലെ 6 മണിക്ക് റെഡിയാവാന്ന് എല്ലായിടത്തും പറഞ്ഞിട്ട് എന്തേലും ഉറക്കോടെ വെട്ടിയിട്ട വാഴ പോലെ കിടന്ന് ഉറങ്ങിയിട്ട് അവസാനം പൊന്ന് വന്ന് ജനലിൽ തട്ടണം. രാജേട്ടാ അമ്പലത്തിൽ പോണ്ടേ? ഞാൻ അമ്പലത്തില എവിടെ ഏതമ്പലം ഞെട്ടിപ്പിടിച്ചാണ് ഞാൻ ഉണർന്നത് കേട്ടാ. ഞാൻ ഇതിന് പൊന്ന് വിളിക്കണ കാര്യം അറിയാൻ വയ്യ. പൊന്ന് വിളിച്ച സാധാരണ 1 മണിക്കൂർ കൊണ്ട് കുളിക്കാനുള്ളതാണ്. 10 മിനിറ്റ് പോലും എടുത്തില്ല. ഇതാ കുളിച്ചിട്ട് വന്ന് ഇന്നലെ ഇട്ട സിന്ദൂരം തണ്ട് നെറ്റിയിരിക്കുന്നു. ഗേസ് ഞങ്ങൾ കുളത്തൂപ്പുഴ അമ്പലത്തിൽ പോകണം. ഞാൻ പോയി റെഡി ആയിട്ട് വരാം. വയസ്സാ കാലത്ത് എന്നെ കൊണ്ട് കണ്ണാടി എത്തിച്ചില്ലടി. അയ്യോ കിളവനായി. സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയം തൊട്ടേ നിങ്ങൾ ചെറിയൊരു കിളവനാണ്. ഞങ്ങള് ചുമ്മാ ഷോയാണേ, കണ്ണിന് പ്രശ്നമൊന്നുമില്ല. ഇളടുത്ത് വെച്ച് തന്നത് ഞങ്ങള് 2 പേരും പിന്നെ കൊച്ചച്ഛൻ കുഞ്ഞമ്മ നമ്മുടെ പൊന്ന് നമ്മളെല്ലാം കൂടെ ചേർന്ന് നിന്ന് ചെറിയൊരു ടൂറെന്നല്ല കേട്ടോ, കൊച്ചച്ഛന് ഡ്രൈവിംഗ് ക്ലാസ് എന്ന് പറയുന്ന രീതിയിൽ ഞങ്ങൾ പോവുകയാണ് അമ്പലത്തില്. കാര്യം പുള്ളിക്ക് ലൈസൻസും ഉണ്ട്, കാറും ഉണ്ട്, പക്ഷെ വണ്ടി ഓട്ടിക്കാറുണ്ട്. അപ്പൊ അതിന് പേരില് പുള്ളിയെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് കുളത്തൂപ്പുഴ അമ്പലം വരെ ഞങ്ങൾ പോവുകയാണ്. വാ പന്നു അമ്മക്ക് പോവാ. ഞാൻ അച്ഛൻ ഇവിടെ വീട്ടിലുണ്ട്. അച്ഛനെ ആക്കിയിട്ടാണ് പോയിരിക്കുന്നത്. അമ്മ അവിടെ കിടന്ന് ഉറങ്ങാണ്. അപ്പൊ ഞങ്ങള് പോയിട്ട് പെട്ടെന്ന് വരാന്ന് പറഞ്ഞ് ഇറങ്ങാണ്. ഞാൻ പോയിട്ട് വരാമേ കേട്ടാ, അമ്പലത്തിൽ പോയിട്ട് വരാം. ഇത് വെറുതെ വെച്ചേക്കുന്നതാണ് എനിക്ക്. എടാ ഇത് വേണ്ടല്ലോ തന്നെ. രാവിലെ കണ്ണാടിയൊക്കെ വെച്ച് യാത്ര തുടങ്ങി. ഞാൻ എല്ലാ ദിവസവും പഠിപ്പിക്കാൻ പോകുന്ന കണക്ക് ഇന്ന് എൻ്റെ തലവേദനയും മണ്ടവേദനയും എല്ലാം എടുത്ത് ആള് ഫോണൊന്നും അടിക്കൂല. ഞാനിത് ശ്രദ്ധ ഇതിലോട്ട് സംസാരിക്കാൻ പോലും എനിക്ക് ഒരു നേട കിട്ടൂല. ആ രീതിയിലാണ് ഞാനിവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ ചിരിച്ചോണ്ട് ഓട്ടിക്കാണ്. ചക്കാന്ന് പറഞ്ഞാൽ മുക്കാന്ന് കേൾക്കുന്ന പുള്ളിക്കാരനാണ്. അതിനിടയ്ക്ക് ഛർദ്ദിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ തലവേദന, അസുഖം. ഇവിടുത്തെ യാത്ര എന്ന് പറയുന്നത് നല്ല അടിപൊളിയായ ഒരു സ്റ്റോറിയാണ് വലിയ. നമ്മളിപ്പോൾ ഏതാണ്ട് കുളത്തൂപ്പുഴ അമ്പലം എത്താറായി. ഇനി ഏതാണ്ട് 9 മിനിറ്റേ ഉള്ളൂ. ഞാൻ ഇതിന് മുന്നേയൊക്കെ കുറച്ച് ദൂരം ഞാൻ വണ്ടി ഓടിച്ചു, എന്നാലേ പെട്ടെന്ന് എത്തൂ. കൊച്ചച്ഛൻ വളവിൽ ആക്സിലേറ്റർ കൊടുക്കല്ലേ. കൊച്ചച്ഛൻ ഓട്ടിക്കാൻ ഭയങ്കര പേടിയാണ് ആളിന്. പണ്ടത്തെ ഓട്ടോ ഡ്രൈവറാണ്. അന്ന് ബസ്സിന്റെ ലൈസൻസ് ഒക്കെ ഉണ്ടെന്ന് പറയണം. ഇപ്പം പുതിയൊരു പേരിട്ട് പാനിക് എന്നൊരു സംഭവം ഇറക്കി. എന്തെങ്കിലും ചെയ്താൽ പാനിക് ആവുന്നു. പൊന്നിതാ ബാക്കിലുണ്ട്, കുഞ്ഞമ്മയുണ്ട്. ഞങ്ങളെ ടൂറ് കുഞ്ഞമ്മ ആ സൈഡിലോട്ട് തിരിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ ഏത് നേരം ഛർദ്ദിക്കുമെന്നാണ് പറയേണ്ടത്. ഞങ്ങളങ്ങനെ 3 2 5 പേരും കൂടെ അമ്പലത്തിനടുത്തോട്ട്. ഈ ക്ലാസ് എടുത്ത് അവള് തന്നത് ആവശ്യമില്ലാതെയായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അതെനിക്ക് പൊടി അടിച്ച ചോക്ക് മാമനായി. ഞങ്ങള് രാവിലെ ആദ്യമായിട്ടല്ലേ പൊന്നു അമ്പലത്തിൽ ഇവിടെ വരുന്നത്. ഇവരാദ്യമായിട്ടാണ്, കൊച്ചനാണെങ്കിൽ കുഞ്ഞുമാണെങ്കിലും എല്ലാവരും ആദ്യമായിട്ടാണ് കുളത്തൂപ്പുഴ വരുന്നത്. ഞാൻ മാത്രമാണ് ഇതിനു മുന്നേ വന്നിട്ടുള്ളത്. ഇവരാരും കണ്ടിട്ടില്ല. നമ്മളെ ഭഗവാനെ തൊഴുതിട്ട് വരാം. കല്യാണിക്ക് പാവ വാങ്ങിക്ക. കല്യാണിക്ക് പാവ വേണോ? വേണം. വേണ്ടടാ, വാങ്ങിക്ക. ഞങ്ങള് അമ്പലത്തിൽ കയറി. പൊന്നു ആദ്യമായിട്ടല്ലേ വരുന്നത്. നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് ഇവിടെ ആണ്ട് മീനുണ്ടല്ലോ കുളത്തൂപ്പുഴ, മറ്റേ ഇതിൻ്റെ കുളത്തൂപ്പുഴയിലെ മീനുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നു. പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പണ്ട് ഞാൻ വന്നപ്പോൾ ഒരുപാട് മീനെ കാണാൻ പറ്റി. ഇപ്പം അതേ കണക്ക് ഇല്ല, കാണാനില്ലല്ലേ. എന്നാലും കുറഞ്ഞ്
കാണാൻ പറ്റൂല, ഇവിടെ നിന്ന് നോക്കി നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ 1-2 മീനുകളൊക്കെ ഇങ്ങനെ വന്ന് പോയി നിൽക്കുക, ആ ഒരു ഇതാണ്. നേരത്തെ ആയിരുന്നെങ്കിൽ ശരിക്കും മീൻ കാണാൻ പറ്റുമായിരുന്നു. നമ്മളെന്തായാലും അച്ചൻകോവിലിൽ പോകാനൊരു പ്ലാനുണ്ട്, നടക്കോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ. കുഞ്ഞമ്മയും കൊച്ചച്ഛനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചിലപ്പോൾ പോകും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ. കൊച്ചച്ഛൻ ചൂര ഉണ്ടോന്നൊക്കെ ചോദിച്ചേട്ടാ മീൻ. ചൂര കണ്ടില്ലല്ലേ? ഇവിടുത്തെ മീനുകൾ ഇതാരും പിടിക്കൂല. കൊച്ചത്തെ ഇവിടെ വന്നിട്ട് കുറച്ച് പെമ്പിള്ളേരൊക്കെ ഉണ്ട്. അവൻ മോന് പെണ്ണാലോചിക്കണ പരിപാടിയാണ് ഇതിൻ്റെ ഇവിടെ അത്രയും നടത്തത് അല്ലേ? അപ്പൊ പതുക്കെ ചാരി നിന്നത് പെണ്ണാലോചിക്കരുത്. നമുക്ക് അങ്ങ് പോട്ട് പോണോ? അല്ല അച്ചൻകോവിൽ അങ്ങോട്ട് പോണോ? ആദ്യം കഴിക്കാൻ പോവല്ലേ? നമുക്ക് പോണ വഴിക്ക് വണ്ടി എടുത്ത് വെളിയിൽ ഇറക്കിയിട്ട് കഴിക്കാൻ പോവാം. നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. രാവിലെ എണീറ്റതാണ്, ഞാനൊന്നും കഴിച്ചില്ല. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവല്ലേ? നമ്മളങ്ങനെ അമ്പലത്തിന്റെ ഏതാണ്ട് ഫ്രണ്ടിലുള്ള ഒരു കടയിൽ കയറിയേ. ചെറിയ ഏതെങ്കിലും കടയിൽ കയറുമ്പോഴാണ് ഫുഡ് കൊള്ളാവും. കഴിച്ചാൽ മതി. എന്ത് വേണം? എനിക്ക് നെയ് റോസ്റ്റ്. എല്ലാവർക്കും നെയ് റോസ്റ്റ്. അഹങ്കാരം കൊണ്ട് വെച്ചതല്ല, എന്റെ കണ്ണില് പെട്ടെന്ന് പൊടി അടിച്ചാൽ ചുമക്കും. അങ്ങനെ ഇവളെ കൂട്ടുകാരനെ അടിച്ചു മാറ്റി എനിക്ക് തന്നതാണ്. അടിച്ചു മാറ്റിയെന്നല്ല, ശിവ കൊടുത്തതാണ്. ആർക്ക്? തിരിച്ചു വരുമ്പോ തിരിച്ചു കൊടുക്കണം. ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഹണിമൂൺ യാത്രയാണ്. കൊച്ചച്ഛനായിരുന്നു ഡ്രൈവർ. നമ്മൾ അടിപൊളിയായിട്ട് യാത്ര പോയി. ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ സാറായതുകൊണ്ട് വഴക്കും ഇടിയും അടിയൊക്കെ ആയിരുന്നു. ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് കൊച്ചച്ഛനെന്നോ പൊന്നൊന്നൊന്നും ഇല്ല, കുഞ്ഞമ്മയെന്നില്ല. അടി എന്ന് പറഞ്ഞാൽ അടി. ഞങ്ങൾ അമ്പലത്തിൽ കയറിയിട്ട് വീട്ടിൽ പോകാന്നുള്ള സെറ്റപ്പിലാണ് ഇരുന്നത്. ഇവിടെ അടുത്തെത്തിയപ്പോൾ പണ്ട് തൊട്ടേ അങ്ങനെയാണ്, ഒരു സ്ഥലത്ത് പ്ലാൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകും. അതേപോലെ ഇന്ന് ഞങ്ങൾ ആദ്യം ഇനി അടുത്ത അച്ചൻകോവിലിൽ പോകാമെന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ നല്ല ലോങ് ഉള്ളതുകൊണ്ട് വീട്ടിൽ പോകാൻ അങ്ങനെ കുറച്ച് അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആദ്യം തെന്മല പോകാമെന്ന് കരുതിയപ്പം പിന്നെ ഡയറക്ഷൻ നോക്കിയപ്പോഴും പിന്നെ വിചാരിച്ചു മറ്റേ കുട്രാലം അല്ലേ, കുട്രാലം വാട്ടർഫോൾസിൽ പോകാന്ന് കരുതി. അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് പോവുകയാണ്. ഡ്രൈവർ ശുശാങ്കനോടൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് ആറ്റിങ്ങൽ വണ്ടി ഓടിച്ച് ഞങ്ങൾ പോവുകയാണ്. കൊച്ചച്ഛൻ ഏതാണ്ടൊക്കെ തെളിഞ്ഞ് ലൈസൻസ് ഒക്കെ ഉണ്ട്. സ്വാമി ശരണം. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടാ, നമ്മളെ കാറിൽ ഇത് വെക്കണം. അങ്ങനെ അതൊക്കെ വെച്ച് പൊന്നൂന് മസാല ദോശ തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. മസാല ദോശ അല്ലല്ലോ, നെയ് റോസ്റ്റ്. അമ്പലത്തിൽ പോയാൽ നെയ് റോസ്റ്റ്, വട, ചായ. തന്നെ ഇവക്ക് അതാണ്. പക്ഷെ എനിക്കെന്തോ വയറ്റിന് ശങ്ക പോലെ. വഴക്കൊക്കെ കൂടി അടിക്കൊക്കെ കൂടി ഞങ്ങൾ നേരെ അമ്പലത്തിൽ നിന്നിട്ടൊന്ന് വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ് അല്ലേ പോനു? നമ്മള് കുറ്റാലത്ത് പോവുകയാണ്. അടിച്ച് പൊളിച്ച് വഴക്കും കൂടി ഞങ്ങളെ പോകുമ്പോൾ അത്രയും കോമഡി. കൊച്ചനൊക്കെ എന്ന് വെച്ചാല് 5 പ്രാവശ്യം കാണൂല ഒരാളിനെ. നമ്മളെ കുനിഞ്ഞ് തറയുന്ന ഒരു കല്ല് എടുക്കണമെങ്കിൽ ആളിനെ കാണൂല. പിന്നെ ഏതെങ്കിലും വഴി ഇത്തിരി നേരത്തെ നമ്മളെ കുളത്തൂപ്പുഴ പോയപ്പോൾ നമ്മളെല്ലാരും അമ്പലത്തിൽ തൊഴുന്നേ. അപ്പൊ കൊച്ചനെ കാണാനില്ല. നോക്കിയപ്പോഴേ വലിയ മീനടാ, കുളത്തിൽ ആറ്റിൽ വലിയ മീൻ, ചൂര ഉണ്ടാന്ന് നോക്കാൻ പോയിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. നമുക്ക് അവിടെ പോയിട്ട് വിശേഷങ്ങൾ ബാക്കി കാണാം. കുട്രാലത്ത് പോകുന്ന വഴിയില്ലേ നമ്മൾ ആ തമിഴ്നാട് എത്തുന്നതിന് മുന്നേ ബോർഡർ തൊട്ടും നോക്കി ഇറങ്ങണേ, ചാടി ഇറങ്ങല്. ബോർഡർ എത്തുന്നതിന് മുന്നേ വരുന്ന വഴിയിൽ ചെറിയൊരു നദി പോലെ അടിപൊളിയായിട്ട് ഒഴുകണം. അയ്യോ ഞാൻ പറഞ്ഞു ഞാൻ വീടേല് നല്ല അടിപൊളി സെറ്റപ്പ്. ഞാൻ കാണിച്ചത് ഇതാ അടിപൊളി തന്നെ. ഫോട്ടോ എടുത്തേരോ? ആ എനിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകണമെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പോണ വഴിയിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇറങ്ങും.
കൊള്ളാല്ലേ, അടിപൊളിയല്ലേ? അത് ഇങ്ങോട്ടും ഉള്ള നമ്മളിവിടെ വന്നപ്പോഴേ പൊന്നു വാ, നമ്മളിവിടെ വന്നപ്പോഴ് എന്താണ് ഈ സ്ഥലത്തിന്റെ പേരുടെ? ഒരു സ്ഥലത്തിന്റെ പേര് ആ, കുട്രാലം. ഞങ്ങൾ കുട്രാലത്തെത്തി. ഇവിടെ വന്നപ്പോ ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തായാലും അവിടെ ഇറങ്ങി കുളിക്കാൻ തോന്നണില്ല. കണ്ടാ? പക്ഷെ മറ്റൊരു സ്ഥലത്തിന്റെ പേരെന്താണ്? ഈ വെള്ളം ഇങ്ങനെ സൈഡിൽ കൂടെ പോകും, കുട്രാലം എന്ന് പറഞ്ഞിട്ട്. നീ കണ്ടിട്ടുണ്ടോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ? നിങ്ങളെ കൂടെ പറപ്പ് എവിടെ? ബാക്കില് ഞാൻ പറഞ്ഞൂടെ, എന്റെ കൂടെ പുറപ്പായിരുന്നു പണ്ട് കൊച്ചിലെ. ഞാൻ താടിയൊക്കെ ഒഴിച്ച് അതിനൊക്കെ കേട്ടോ. ഇതേതാണ്? മധുരം ഉള്ളതാ? മധുരം ഇല്ലാത്തതാണ്? പുളിയാ? ഒരു മധുരം ഉള്ളതും ഒരു പുളി ഉള്ളതും ഇട്. 20 മധുരം ഉള്ളതാണോ? രണ്ടും ഇട്. കഴിച്ചിട്ടുണ്ടോ? ഏതാടാ? ഞാൻ കഴിച്ചിട്ടുണ്ട്. നൊങ്ക് മേടിച്ചാ? തെങ്ങിന്റെ മട ഉപ്പ് കൊടുപ്പ്. എന്താ ചേട്ടാ? തെങ്ങിന്റെ മണ്ടയല്ലേ? മണ്ടല്ല, പൂഞ്ച അതൊന്നുമില്ല, പൊങ്ങിന്റെ ടേസ്റ്റ് അല്ലേ ഇത്? അല്ലല്ലേ? വന്ന് നേരെ വെള്ളച്ചാട്ടമൊന്നും കണ്ടില്ലെങ്കിലും ആദ്യം കാണുന്ന ഷോപ്പിൽ തന്നെ പൊന്ന് കയറിയിട്ട് കുപ്പിവെള്ള തൊട്ട് തുടങ്ങി. ഇനി എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ ദൈവമേ. എടേ വാ, പോയിട്ട് വരാ. ഇത് എനിക്കുണ്ടായിരുന്നു ചേട്ടാ കൊച്ചില്. ഏത്? ഞാൻ ടൂറിന് വരാൻ നേരത്തെ ഇവിടുന്ന് മേടിച്ചതാ? അല്ല, അമ്മ വാങ്ങിച്ചു തന്നാറ്റിങ്ങിന്ന്. ചേട്ടാ ഏതൊക്കെയാണ് ബാക്കിയാണ്? ആ, കൊള്ളാം. ഇവക്ക് ഇതൊക്കെയാണ് പറ്റിയത്. നിന്റെ തല കാണിച്ചത് അച്ഛൻ നേരെ ഇക്ലീന്ന് അവലി വെയ് വെച്ചിട്ട് 150. കൈയ്യട്. നൊങ്ക് വേണോ? ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. കുഞ്ഞാ നൊങ്ക് വേണോ? നൊങ്കിന്റെ പ്രത്യേകത എന്തിനാണ്? എന്തരാണത്? കറിക്കണക്കത്ത് എങ്ങനെ മധുരമാണോ? നൊങ്ക് കഴിച്ചിട്ടില്ലേ? അക്കാനിയാണ് ചെറിയ പ്രശ്നം. അക്കാനി എത്രയാണ് മാമ? അക്കാനി എവ്വളോ റേറ്റ്? ചെമ്പുണ 30, കുപ്പിണ 50. சூப்பரா இருக்கும். ஜஸ்ட் டேஸ்ட் നോക്കി. ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് டேஸ்டா இருந்தா பைசா கொடுத்தா மதி, இல்லைன்னா வேண்டாம். டேஸ்டா இருந்தா பைசா கொடுத்தா மதி. പൊന്ന് ഫിറ്റായി പോകുന്നു ഭഗവാൻ. இது புத்தாலாம் ஆகாது. മാവന്റെ കൈ വിറക്കി കണ്ടിട്ട് എനിക്ക് പേടിയാണ്. കുടിച്ചു നോക്ക്. നമുക്ക് പോട്ട് തട്ടാ കുറച്ച് കുടി, കുറച്ച് കുടി, ബാക്കി അവർ കൂടെ കൊടു. ஆமாண்ணே. എന്താ കൊള്ളൂലേ? പിടിച്ചേ, ഞാൻ കുടിച്ചോട്ടെ, ഞാൻ കുടിച്ചോട്ടെ. നീ കുടിച്ചാ? എന്നാ പിടിച്ചേ. ഒറ്റ വലിക്ക് കുടിച്ചിട്ട് ആ ചെവ പോയ കുഴപ്പമില്ല. അല്ല, നോക്കട്ടെ. ചുറ്റാവോ? വേറെ എന്തെല്ലാം ചേർത്തിട്ടുണ്ടെന്തോ അല്ലേ? ആ, മുണ്ടിലാക്കല് ഇതെന്താ പനങ്ങളല്ലേ? ഫിറ്റാവോ? ഇതെന്തിനാണോ ഇതിന്റെ യഥാർത്ഥ പേര്? இது பனங்கள்ல அக்கானி. അക്കാനി. അക്കാനി. അക്കാനി മീൻസ് അക്കാനി. മുണ്ടിലാക്കരുത്, ഞാൻ കഴിവൂല. മുണ്ട് ഞാൻ ചവ ഒരുമാതിരി അഴുക്കച്ചവ. അഴുക്കച്ചവ എന്നാ വെച്ചോ, തലയിൽ വെച്ചോ, കളയണ്ട. അത് വേണേ തലയിൽ വെച്ചോടി, പൈസ ഇതാണെങ്കിൽ തല വെച്ചിട്ട് പോവാം. അത് ഞാനത് കുടിച്ചു നോക്കി. എനിക്ക് ഒരുമാറ്റ ചെവ, ഒരുമാറ്റ സ്മെല്ലും ചെവയും കൊള്ളൂല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട? ഇല്ല, കുഴപ്പമില്ല.
എനിക്ക് ഇഷ്ടപ്പെട്ടു വയറൊക്കെ ഇന്നത്തെ ചെവ എന്റെ ഡ്രസ്സിൽ എത്ര ആയതുകൊണ്ട് കട്ടനൊന്നുമില്ല ഒരുമാതിരി അഴുക്കച്ച ഡ്രസ്സിലും പുറത്ത് എത്രയും വീണ് ഈ അക്കാനി ഇനി കുടിച്ചാൽ ഇവിടെ ഫിറ്റാവും ഫിറ്റാവോ എന്നത് കുടിച്ച് അക്കാണി കുടിച്ചാൽ പിത്താവാത് കള്ളു കുടിച്ചാൽ ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ കള്ളാണ് അവര് കുടിക്കണേ ഇത് കുഴപ്പമില്ല ഇത് കൊള്ളാം നല്ല സാധനം അവനോ കൈ ഭയങ്കര വിറയില് ഇത് കുഴപ്പമില്ല ഇത് കുഴപ്പമില്ലല്ലോ നോക്കട്ടെ കുഴപ്പമില്ലല്ലേ ഗൈസ് നമുക്ക് പിന്നെ കാണാം നമ്മളത് ഫോൺ കഴിക്കട്ടെ ഇപ്പൊ ഓഫ് ആവും നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോണതിന് മുമ്പ് ചാർജ് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ എന്തായാലും കട്ട് ചെയ്തോ ടാറ്റ. ഗൈസ് ഞങ്ങളുടെ ഫോണിന്റെ ചാർജ് തീർന്നു കേട്ടോ. അവിടെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് നമ്മളവിടെ എവിടെയാണ് ആ സ്ഥലത്തിന്റെ പേര് ഞാൻ കൂടെ മറക്കും. കുട്രാലത്ത് വെച്ച് നമ്മള് നൊങ്കം കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴേക്കും ചാർജ് തീർന്നു. ആ നൊങ്കിന്റെ കൂടെ കിട്ടിയ സാധനം ഉണ്ടായിരുന്നു, അത് അക്കാനി. എന്റെ പൊന്നോ വാള് വെക്കാനൊക്കെ നോക്കി, ഭാഗ്യം കൊണ്ട് വാളൊന്നും വെച്ചില്ല. എന്തൊക്കെയോ ഒരു ചെവല്ലേ അഴുക്ക. ഞാൻ കുടിച്ചു നോക്കി, കുഴപ്പമില്ല, എന്തായാലും ഒരു അഴുക്ക ചെവ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നേരെ ഇറങ്ങി ഫുഡും കഴിച്ച് വീട്ടിൽ വന്ന് തലവേദനയായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ കൊച്ചത്തിന് ഓട്ടിച്ചാൽ ഇങ്ങ് എത്തത്തില്ല വണ്ടി. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വണ്ടിയും കൊണ്ടിങ്ങ് വന്ന് ഞങ്ങൾ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് എണീച്ചു ഗൈസ്. ഇനിയിപ്പോൾ നല്ല രസമായിരുന്നു അല്ലേ, നമ്മുടെ ഫസ്റ്റ് ഹണിമൂൺ യാത്രയും കൂടെയാണ്. അപ്പോൾ നമ്മളെ രണ്ടുപേരും കൂടെ അല്ല, അവരെല്ലാം കൂടി ചേർന്ന് നമ്മൾ ഫസ്റ്റ് എന്തായാലും അമ്പലത്തിൽ തന്നെ പോകാൻ പറ്റി. ആ അമ്പലത്തിൽ കുളത്തൂപ്പുഴ അമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ട് പോയത് ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ്. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ പോകുന്നത്. നീ ആദ്യമായിട്ടല്ലേ പോകുന്നത്? ഞാൻ ആദ്യമായിട്ട് കേട്ടിട്ടേ ഉള്ളു. കുളത്തൂപ്പുഴ അമ്പലം നല്ല അമ്പലമല്ലേ? നല്ല അമ്പലം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.